ഫലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. എന്തിലധികം ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വരാൻ തന്നെ കാരണക്കാരനായ UK, യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന ലോകത്ത് വലിയ സ്വാധീനമുള്ള ഒരു രാജ്യം പോലും ഇത്തരത്തിൽ ഫലസ്തീനെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഹമാസ് ഒക്ടോബർ 7-ന് എന്തു ഉദ്ദേശത്തോടു കൂടെയാണോ അവർ ഈ സമരമുറയിലേക്ക് ഇറങ്ങിയത് അതിന് ഉത്തരം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ 2 ദിവസമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ്രയേൽ ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ഇസ്രയേലിൻ്റെ എക്കാലത്തെയും സുഹൃത്ത് രാജ്യങ്ങളായ അലൈസുകളൊക്കെ ഇസ്രയേലിനെ മടുത്തിരിക്കുന്നു. ഇസ്രയേൽ ഒരു കാടനെ പോലെ, ഒരു ഭീകരനെ പോലെ, ഒരു സ്റ്റേറ്റ് ടെററിസം തന്നെ ഗാസയിലേക്കും അതുപോലെ ലോകരാജ്യങ്ങൾക്കു മേലിലും വെസ്റ്റ് ബാങ്കിലുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, അതിൻ്റെ ഭാഗമായാണ് ഖത്തറിലേക്കുള്ള കഴിഞ്ഞ ദിവസത്തെ ആക്രമണം പോലും. ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ കാത്തു സൂക്ഷിക്കാതെ അന്തർദേശീയ നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഈ ഒരു പോക്ക് എക്കാലത്തും ഹമാസിൻ്റെ പേരിൽ പഴിചാരുവാനും ഇതൊക്കെ ആൻറ്റി സെമിറ്റിസമാണെന്ന് പറഞ്ഞു തള്ളുവാനും ഇനി അവർക്ക് കഴിയില്ല. യൂറോപ്പ് ഇവരുടെ ഇരട്ടത്താപ്പും കാപട്യവും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇസ്രയേലും അമേരിക്കയും ലോകത്ത് തന്നെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. കാരണം UN പോലും പല വോട്ടെടുപ്പുകളും നടത്തുന്ന സമയത്ത് US മാത്രം എഴുന്നേറ്റ് നിന്ന് അതിനെ വീറ്റോ ചെയ്യുകയും അല്ലെങ്കിൽ US ഇസ്രയേലും മാത്രം അതിന് എതിരെ വോട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ഇവരുടെ കൂടെ കൂടുന്ന വളരെ ചുരുക്കം ചില രാജ്യങ്ങളും മാത്രമായി ഇവർ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഒതുങ്ങിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.